പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തരോടൊപ്പം വരുന്ന കുഞ്ഞുങ്ങൾക്കും പമ്പരം കൊടുത്ത് അവരെ മയക്കുവാണ്, അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുകയാണ്. കാരണം ഈ ചൂട് സമയത്ത് ഇവിടെ ചൂടില്ല, ഇവിടെ വൃക്ഷം നോക്കി തന്നെ പമ്പരവും കുട്ടികളെ കരച്ചിലടക്കുവാൻ പമ്പരങ്ങളും കാണാം. നമുക്ക് പൊങ്കാലയ്ക്ക് കാണുന്ന കാഴ്ചയാണ്. എന്താണ്, വീട്ടിൽ പോകണമെന്ന് തോന്നുന്നുണ്ടോ മോനെ? വീട്ടിൽ പോകുന്നുണ്ടോ? വീട്ടിൽ പോകുന്നുണ്ടോ? അതോ ഈ പമ്പരം മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകാനാണോ വന്നത്? പൊങ്കാല ഇടാൻ വന്നതാണോ? പൊങ്കാല എന്തിയെ? എവിടെ പൊങ്കാല? അമ്മമ്മ എവിടെ ഉണ്ട്? അപ്പോൾ പമ്പരം കിട്ടി. പൊങ്കാലയ്ക്ക് വന്നപ്പോൾ ഈ കുഞ്ഞു മനസ്സിന് പമ്പരം കിട്ടിയപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു വേളയാണ്. സന്തോഷം പുഞ്ചിരിയൊക്കെയാണ് ആ കുഞ്ഞു മനസ്സിൽ. മെറ്റി ഗ്രാമം ഞങ്ങൾക്ക് എന്താ കൊടുത്ത്? ഒന്നും കൊടുത്തില്ലേ? തണ്ണിമത്തങ്ങയും വെള്ളവും ഒരു ഇഡ്ഡലി കൊടുത്ത് കഴിച്ച്. എന്താ പോലെ പേര്? അധീര. ആ, അപ്പോൾ ആൺകുട്ടിയാണ്. ഓക്കെ, ഹായ്. അടുത്ത വർഷം പറഞ്ഞ പൊങ്കാല ഇടാം കേട്ടാ, വരുമോ? ആ, അപ്പോൾ പൊങ്കാല ഇടാനായി പുതുവാവമ്മയോടൊത്ത് കുഞ്ഞു കുട്ടികളുമായി പൊങ്കാല കഴിഞ്ഞതിന് ശേഷം വിശ്രമിക്കുകയാണ്. ഈ ചൂട് സമയത്തും പൊങ്കാലക്കാല ഇതാണല്ലേ? പൊങ്കാല കുഞ്ഞിനെയും കൊണ്ട് എവിടുന്നാണ് വന്നത്? പൊങ്കാല ഇടാൻ വന്ന. എവിടുന്നാ വരുന്നേ? കൊച്ചിന് എന്താ മേടിച്ചു കൊടുത്ത്? ഈ ചൂട് സമയത്തും പൊങ്കാല ഇടാൻ വന്നേതാ? എന്തോ പേര് കുഞ്ഞിന്റെ? നിതാകൃഷ്ണൻ. എന്തായാലും കരച്ചിലൊന്നും ഇല്ലായിരുന്നാ? എന്താ ബലൂൺ മേടിച്ചു കൊടുത്താ? പമ്പരം അങ്ങനെ മേടിച്ചു കൊടുത്താ? ഇനി അടുത്തതിന് വരെ വീട്ടിൽ ചെലവും ചോദിക്കും എന്താ മേടിച്ചതെന്ന്. എന്താ പൊങ്കാലയ്ക്ക് മോളെ കൊണ്ട് വന്നേക്കാണോ? ആണോ? അത് ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത് തന്നെ. അപ്പോൾ പൊങ്കാല എവിടുന്ന് വരിക? അഞ്ചാലുമൂട്. എങ്ങനെയുണ്ട് ഇവിടെ പൊങ്കാലയൊക്കെ വന്നപ്പോൾ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ കിട്ടിയ? രാവിലെ കിട്ടി. ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കാണും. പിന്നെ മോരുമ്പെള്ളമൊക്കെ മേടിച്ചാ? എന്തായാലും എവിടുന്ന് വരിക? കോട്ടേഴ്സിലാണ്. സ്വന്തം സ്ഥലം പാലക്കാട്. അപ്പോൾ അമ്മയുടെ മുമ്പ് ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്? ആദ്യമായിട്ടാണ്. ശരി, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് അമ്മയുടെ മുമ്പിൽ പൊങ്കാല ഇടുന്നത്. കുഞ്ഞിനെയും കൊണ്ടാണ്, കുഞ്ഞിനെയും കൊണ്ട് പൊങ്കാല ഇടുന്ന ആ കാഴ്ചയാണ്. അവരുടെ എല്ലാവരെയും വിശ്വാസമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തെങ്കിലും അനുഭവങ്ങൾ വല്ലതും ഉണ്ടോ? വിശ്വാസമൊക്കെ എങ്ങനെയാണ്? വിശ്വാസങ്ങളൊക്കെ എങ്ങനെയാണ്? അങ്ങനെ ഇതിനു മുമ്പ് ആദ്യം ഇട്ടിട്ടുണ്ടോ അതോ ഇപ്പോഴും ആദ്യമായിട്ടാണ് ഇടുന്നത്? 24 വർഷം കൊണ്ട് പുതുവാവ് അമ്മയുടെ മുറ്റത്ത് പൊങ്കാല ഇടുന്നു. ഒരുപാട് മനസ്സ് സങ്കല്പങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഐസ്ക്രീം തീർച്ചയായിട്ടും. എന്താ ഈ അതെല്ലാം ഫ്രീ ആണോ ഭക്തർക്ക് കൊടുക്കുന്നത്? അല്ലോ മേടിച്ചുകൊണ്ട് പ്രത്യേകം കൊടുത്തതാണോ? മേടിച്ചാണ്. ആ, എവിടുന്ന് വരികയാണ്? വാളത്തെങ്കിൽ. അപ്പോൾ ഐസ്ക്രീം കുടിക്കും. അപ്പോൾ അവിടെ എല്ലാം ഭക്ഷണങ്ങളൊക്കെ കിട്ടിയായിരുന്നോ? പൊങ്കാല ഇട്ട് അവിടം വരുമ്പോൾ പൊങ്കാല, അവിടെ വെള്ളമുണ്ട്, നല്ല സർവത്തുണ്ട്, തണ്ണിമത്തങ്ങയൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ അവർ ഐസ്ക്രീം വാങ്ങി കുടിക്കുകയാണ്. അപ്പോൾ തൽക്കാലം ചൂടിൻ്റെ അവസ്ഥയാണ്. അവരെ ആ ഐസ്ക്രീം കുടിക്കാനായിട്ട് എത്തിക്കുന്ന കാഴ്ചകൾ ഭക്തരുടെ തിരക്കുമുണ്ട്. ഇതെന്തിന്റെ പായസം എന്ന് പറഞ്ഞാൽ? കടും പായസം എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ കടും പായസം ദേവിക്ക് നിവേദിക്കുന്ന ആ പായസമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പുറത്ത് അപ്പം ഒരമ്മ വെള്ളച്ചോറ്, പൊങ്കാല കഴിഞ്ഞ ശേഷം വെള്ളച്ചോറിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ തന്നെ കാണാം. എവിടുന്ന് വരിക? ഉമയനെല്ലൂർ. പൊങ്കാലയ്ക്ക് മകളെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ചൂടും പുകയൊന്നും നോക്കുമ്പോൾ പ്രശ്നമല്ല. പൊതുവാ അമ്മയുടെ മുറ്റത്ത് ഒരു പ്രശ്നമില്ല. എല്ലാ വർഷവും മോളെ കൊണ്ടുവന്നിട്ടുണ്ടോ? അതോ ഇതിനു മുമ്പ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ശീലിച്ചിട്ടുണ്ടോ? പൊങ്കാലയ്ക്ക് ശീലിച്ചിട്ടുണ്ട്. അതെ, പൊടിയിൽ അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപ്പോൾ വലിയ കുട്ടിയായി പൊങ്കാല ഇടുക. പ്രിയപ്പെട്ടവരെ കേട്ടല്ലോ, ഇത് കാണാം. ഇപ്പം ഈ മോളെ കൊച്ചുമോളെ കൊണ്ടുവന്നിരിക്കും. നാളെ ഈ കൊച്ചുമോളെ നമുക്ക് തുണയായിട്ട് വരും. ഓക്കെ, അപ്പോൾ എന്താ ചൂടും വെയിൽ ഭക്ഷണമൊക്കെ കുട്ടിക്കകത്ത് എന്താണ് ഇരിക്കുന്നത്? ഉണ്ട. അത് എങ്ങനെയാണ് ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെ നമ്മളിപ്പോൾ വന്നപ്പോൾ കിട്ടിയത്? പൊങ്കാല മാത്രമല്ല, വ്യത്യസ്തമായ
ഒരു രീതി തന്നെ ഉണ്ട പൊങ്കാല നമ്മൾ ഇരേവര സ്വദേശികളാണ് ഇവരെ നമുക്കറിയാം തീർച്ചയായിട്ടും. തെരളിയുണ്ട് നമ്മുടെ തെരളി ഒന്നോട്ടെ ഇങ്ങനെ വെച്ച് എല്ലാം കഴിഞ്ഞിരിക്കുകയാണോ? വേവിക്കാൻ വേണ്ടി തെരളി വെച്ചിരിക്കുകയാണ്. അതാണ് അവരുടെ ഒരു ചടങ്ങ്, വലിയ ഒരു ചടങ്ങ് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ പൊങ്കാലയിൽ കാണാൻ കഴിയുന്ന 1, 2, 3 ഐറ്റങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മ വർഷം വരും. അപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു വിശ്വാസമാണ് കുഞ്ഞ് നിൽക്കുമല്ലോ അല്ലേ? ഇനിയിപ്പോൾ അതിന് വിഷപ്പോ ആഗോണം ഉണ്ടോ? ഭക്ഷണം അവിടെ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം പാല് കൊടുക്കും. എന്തുവാ മോളെ പേര്? അൽക്കിത. ഏതാ സ്ഥലം എന്ന് പറഞ്ഞേ? മയനാട് സ്വദേശികളും ഭക്തര് കുഞ്ഞിനെയും കൊണ്ടാണ് പൊങ്കാല സമർപ്പിക്കാൻ വന്നിരിക്കുന്നത്. ആ വീഡിയോയെ സബ്സ്ക്രൈബ് ചെയ്ത് കൈയോടെ തന്നെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ് സബ്സ്ക്രൈബ് ചെയ്ത രംഗമാണ്. അപ്പോൾ അവർ ചാനലിനെ കുറിച്ച് തേടി എത്തി സബ്സ്ക്രൈബും കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ കൈ കാണിച്ചേ. ഓക്കെ അമ്മയുടെ പൊങ്കാലയ്ക്ക് സാക്ഷിയായിരിക്കുന്നു. അപ്പോൾ കുടുംബമായിട്ടാണ്, കുഞ്ഞുങ്ങളുമായിട്ടാണ് അവരെത്തിയിരിക്കുന്നത്. കുഞ്ഞിപ്പോൾ ഉറങ്ങിയിരിക്കുന്നു. ഉറങ്ങിയ ദൃശ്യങ്ങളാണ്. ഒരുപാട് ജനങ്ങൾ ഭക്തർ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഇവിടെ പൊങ്കാലയ്ക്ക് വന്നിരിക്കുന്നത്. ഇവിടെ പൊങ്കാലയ്ക്ക് വന്നതിന് ശേഷം എല്ലാവർക്കും ആരോഗ്യം കിട്ടിയെന്ന എല്ലാവരും അഭിപ്രായം. വീട്ടിൽ ഇരുന്നാൽ പോലും ഭയങ്കര ചൂടാണ്. ഇവിടെ വന്നപ്പോൾ ചൂട് അറിഞ്ഞില്ലെന്ന് പറയാം. ഉള്ളതാണോ? ശരിയാണേ, അറിയുന്നില്ല. കണ്ട ഭക്തർ കൊട കണക്കൂട്ടി കൊണ്ടുവന്നതാണ്. കൊട വെയിൽ വന്നാൽ താങ്ങാൻ വേണ്ടി കൊട കരുതി. മഴേനെ മാത്രമല്ല നമുക്ക് നോക്കേണ്ടത് അല്ലേ, വെയിലിനെയും കൂടെ ആണല്ലേ, കരുതലോടാണ് ആ കൊട കരുതിയത്. ആദ്യമായിട്ട് പിന്നെ പുതുവാവ് അമ്മയുടെ പൊങ്കാലയ്ക്ക് ഭക്തർ വരുമ്പോൾ ഇടയ്ക്കൊരാൾ കുടയുമായാണ് വന്നിരിക്കുന്നത്. വെയിലിനെ താങ്ങാൻ ആ ദൃശ്യം കൂടെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവെക്കാം.